ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 15 മിനിറ്റിന് മുമ്പേ എടുത്തിട്ടൊന്ന് കുതിർത്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഇത് മാറ്റി വയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സവാളയും ഒരു കുഞ്ഞു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഞാനൊന്ന് കടുക് താളിച്ച് ഇതൊന്ന് ഇട്ടതിന് ശേഷം, കടുക് താളിക്കുന്ന സാധാരണ കടുക്, ഈ വറ്റൽമുളക്, ഈ ഉള്ളി എല്ലാം കൂടെ ഒന്ന് കടുക് താളിച്ചിട്ട് ഈ നമ്മൾ കുതിർത്ത് വച്ചേക്കുന്ന ഗോതമ്പ് അതിലോട്ടെടുത്ത് തട്ടണം. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് അടച്ചിടാം. ഓക്കെ, കടുക് താളിക്കുമ്പോൾ കടുകിന് പകരം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് പരിപ്പിട്ട് വേണമെങ്കിൽ നമുക്ക് കടുക് വറക്കാം. ഓക്കെ, ഇതാ അതിലോട്ട് ഞാനിതൊന്ന് തട്ടുവാണേ. കടുക് താളിച്ച് ഇടുമ്പോൾ അല്ലെങ്കിൽ കടുക് വറുത്തിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെ വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സവാളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചുവപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് ആ ഗോതമ്പ് ഒന്ന് ഇതിലോട്ട് ഇടാനായിട്ട്. ഓക്കെ, ഇത് സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ഗോതമ്പെടുത്ത് ഇതിലോട്ടൊന്ന് തട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ചിടാം. ഓക്കെ, ഇതാ ഏകദേശം ഉപ്പുമാവ് വേവാറായിട്ടുണ്ട്. ആ സമയം നമ്മൾ ചിരുകി വെച്ചിരുന്ന കുറച്ച് തേങ്ങ ഒന്ന് ഇതിലോട്ടൊന്ന് ഇടാമേ. ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇന്നലെ തിരികെ ഫ്രിഡ്ജ് വെച്ചിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതാ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ബായ്.